വെൽക്കം ബാക്ക് ടു എൻജോയ്. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കൂലി മൂവിയിലെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ തലവരുടെ ബർത്ത്ഡേ ദിനമായിട്ടുള്ള ഇന്നലെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് സംഭവം. അതായത് എനിക്ക് തോന്നുന്നു ആ പടത്തിലൊരു പാട്ടിന്റെ എനിക്ക് തോന്നുന്ന ഒരു സംഭവമാണ് തോന്നുന്നു വന്നേക്കുന്നത്. ചിക്കി ടു വൈബ് എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. യെസ്, അതും 56 സെക്കൻഡ് എന്തോ ഉള്ളൂ സംഭവം, എന്താണെന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെ ലോകേഷ് കനകരാജിന്റെ പടമാണ്, നമ്മൾ കാത്തിരിക്കുന്ന പടമാണ്. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക് കൂടി ആകുമ്പോൾ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം നമ്മളിപ്പോ ലാസ്റ്റ് നമ്മുടെ മനസ്സിലായോ അല്ലെ, അതടക്കം ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലേ പാട്ട്. അത് അനിരുദ്ധ് പ്ലസ് തലൈവർ വരുന്ന സമയത്ത് എന്തായാലും അനിരുദ്ധിന്റെ യൂഷ്വലിനേക്കാളും കുറച്ചുകൂടി അധികം കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തും ഏകദേശം ഒരു എന്താ പറയാ ഒരു ചിക്കിറ്റ് വൈബ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ലോക്കിയുടെ പടമായതുകൊണ്ട് തന്നെ നല്ല എക്സ്പെക്ടേഷനും ഉണ്ട്. കാരണം വേട്ടയാന് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ അല്ലെ, ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പടം കണ്ടില്ല, പക്ഷെ എന്നാലും ആ പടം കേട്ട ഒരു ഇത് വെച്ചിട്ടെന്ന് വെച്ചാല് പോകേണ്ട രീതിയിൽ പോയില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും പിന്നീട് ഉള്ള ഒരു പ്രതീക്ഷ എന്തായാലും കൂലി മൂവി ആയിരിക്കുമല്ലോ. പ്രത്യേകിച്ച് അത് ലോകേഷ് കനകരാജിന്റെ മൂവി ആയതുകൊണ്ട് തന്നെ ലോകേഷ് കനകരാജ് പ്ലസ് തലൈവർ ആദ്യമായിട്ട് ഒന്നിക്കുന്ന മൂവിയാണോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയും ഉണ്ട്. കാരണം അദ്ദേഹം ആരായിട്ട് ഒന്നിച്ചു കഴിഞ്ഞാൽ ഇവൻ ലിയോ മൂവി ആണെങ്കിലും കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പക്ഷെ എന്നാലും അതിനകത്ത് റേഞ്ച് ഉണ്ടായിരുന്നു. വിക്രം മൂവിക്കടക്കം കമൽ സാറിന് ഗംഭീര കംബാക്ക് കൊടുത്ത സിനിമയാണെന്നല്ലോ. അപ്പൊ എന്നാലും നമുക്ക് നേരെ ആ ഒരു സാധനം കാണാം, ചിക്കിട്ട് വൈബ് അല്ലെ. തുടങ്ങിയാലോ? ഓ ലുക്ക് ഉണ്ടോ? ഓ ചിക്കിടാണ് ചിക്കിട്. ഓ ഡാൻസ് ഉണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ബിരിയാണി വൈബ് അടിച്ചല്ലാണ്ട് സ്വാഗി ഡാൻസ്. കൂലി ലോകേഷ് കനകരാജിന്റെ ടച്ച് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മള് മറ്റേ വിക്രത്തിന്റെ അനിരുദ്ധ സാധനല്ല, അത് മാത്രല്ല വിക്രത്തിന്റെ അകത്ത് ഇതുപോലത്തെ ഒരു സാധനം എന്തായിരുന്നു, അതും അതിനകത്തൊരു സാധനം അല്ലേ. ലോകേഷ് കനകരാജ് തന്നെ ഇരുന്നിട്ട് കൊടുക്കുന്ന അനിരുദ്ധ് മാത്രല്ല കേട്ടോ, ലോക്കിയും കൂടി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് കൊടുക്കുന്ന ഡൗട്ട് ഉണ്ട്. കാരണം അല്ലാതല്ല, കാരണം ലോകേഷ് കനകരാജിന്റെ ഏത് പാടെടുത്ത് നോക്കിയാലും അതിലെ മ്യൂസിക് ആണെങ്കിലോ അതിലെ ആക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ അതായത് അവരുടെ പടാണ് എന്നുള്ള പേരിൽ ഒരിക്കലും അറിയില്ല സംഭവം. ലോക്കി പടായിട്ട് വരും. രജനി സാറിന്റെ സ്വാഗ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും എവിടെയോ ഒരു രജനി സാറിനെ കാണുന്ന ഒരു ലോകേഷ് കനകരാജിന്റെ ഉള്ളിലാണ്. അതാണ് സംഭവം. അതായത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ എല്ലായിടത്തും എല്ലാ സ്ക്രീനിലും പതിപ്പിക്കാൻ നോക്കുന്നുള്ളതാണ്. കാരണം ഓരോ ഫ്രെയിം എടുത്ത് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. കാരണം വെച്ചാൽ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ പറയില്ലേ, ആ ഒരു ബിരിയാണി സീനാണ് പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് വന്നത്. മറ്റേ പടത്തിനകത്തെ മസ്റ്റ് കൈദിയല്ല വിക്രം പടം. അതിനകത്തില്ലേ മറ്റേ കല്യാണം നടക്കുന്ന ഒരു മറ്റേ മുഖംമൂടി സംഭവത്തിന് മുന്നേ അത് തന്നെ ആ സ്ഥലത്ത് നടക്കുന്ന ഒരു വൈബില്ല, അതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഏകദേശം. പിന്നെ ആളുകളുടെ ഒരു ഗെറ്റപ്പ് അത് ഏകദേശം ലോകേഷ് കനകരാജ് എങ്ങനെ വെക്കോളൂ, ഭയങ്കര നാച്ചുറൽ ആയിട്ട് എന്താ പറയാ ആ ഒരു മുണ്ടും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഒരു റോ ആയിട്ടായിരിക്കും എല്ലാം ഉണ്ടാവുക. പിന്നെ ഒരു ഇച്ചിരി ഡാർക്ക് ഷെയ്ഡും അല്ലേ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൈലിഷ്. പിന്നെ വെച്ചിരുന്നാലും നമ്മുടെ തലൈവറിന്റെ ഒരു സ്വാഗ് സ്റ്റെപ്പ് എല്ലാം നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യും. അതിപ്പോ എത്ര ലോകേഷ് കനകരാജ് പടാന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് ആ ഒരു സാധനം തലൈവറുടെ സാധനം വന്നത് ഫസ്റ്റ് കൈമടക്കുന്ന ഒരു സാധനമില്ലേ, അത് തലൈവർ കാണിക്കുമ്പോൾ വേറെ ലെവലാണ്. അത് ശരിക്കും എല്ലാത്തിലും കൊണ്ടുവരും, അതിന്റെ അകത്തും കൊണ്ടുവന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് ബാക്കിയുള്ള ഡയറക്ടേഴ്സിൽ എന്താ പറയാ ഡയറക്ടേഴ്സ് എസ്പെഷ്യലി തലൈവറിന് എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും തലൈവറിന്റെ ഒരു എന്താ പറയാ കുറെ സംഭവങ്ങൾക്കായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതിലെന്ന് പറയുന്ന രണ്ടുപേരുടെയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടിട്ട് രണ്ടുപേരുടെയും കൂടി ഒരു ഷോ ആവാൻ സാധ്യതയുണ്ട്. വേണം, നമുക്കത് വേണം രണ്ടും. കാരണം വെച്ചാല് തലൈവറിന്റെ കുറഞ്ഞു പോകാനും പാടില്ല, പക്ഷെ ലോകേഷ് കനകരാജ് ഒട്ടും കുറയാനും പാടില്ല. അതെ, രണ്ടുപേരുടെയും ഇതെല്ലാം കൂടിയൊക്കെ എപ്പോഴെങ്കിലും കണക്ട് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട്. കാരണം എല്ലാവരും ഓരോരുത്തരെ കൊണ്ടുവരികയാണ്.
ആൻഡ് വരുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു കംബാക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് കൈതീറ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കൈതീന്റെ പാർട്ട് വരാൻ സാധ്യത. കാരണം വെച്ചാൽ അത്രയും എന്താ പറയാ ലാസ്റ്റ് പടാണെന്നുണ്ടെങ്കിലും ലിയോക്ക് കുറെ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നുണ്ടെങ്കിലും ആ പടം എന്താ പറയാ വിജയണ്ണന് കൊടുത്തിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്ന ഒരു വേറൊരു സംഭവം തന്നെയാണ്. നെഗറ്റീവ് എന്ന് പറയുന്നത് അങ്ങനെ ഓവറായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് ലോകേഷ് ഗോട്ട് വെച്ച് നോക്കുന്ന സമയത്ത് ലിയോന് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ആണ് അങ്ങനെ നോക്കുമ്പോ. അല്ല ലോകേഷ് കനകരാജിന്റെ മറ്റു പടങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക സെക്കൻഡ് ഹാഫിൽ കുറച്ച് പോയ സംഭവമാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഗംഭീരം അതാണ് ഉണ്ടായിരുന്നത്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ വേറെ റേഞ്ചാണ് സംഭവം. അതായത് അദ്ദേഹത്തിന് അത്ര എന്താ പറയാ നമ്മൾ പറയില്ല ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് വേറെ റേഞ്ച് തന്നെയാണ്. അപ്പൊ അതിന്റെ അടുത്ത് എത്തിയില്ല എന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു ആൾക്കാർക്ക്. അവരുദ്ദേശിക്കുന്ന ആ ഒരു ഗൂസ് ബംസ് ലെവൽ ഉണ്ട് അതിന്റെ അവരായിരിക്കും. കാരണം ഇപ്പൊ വിക്രത്തിന്റെ അകത്ത് എൻഡിലോട്ട് റോളക്സ് ഒക്കെ വരുമ്പോ ഒരു റേഞ്ച് ഉണ്ടല്ലോ. ഈവൻ നമ്മളെ കൈതിയിലടക്കം കുറെ ആ ഒരു സാധനങ്ങളുണ്ട്. പക്ഷെ ലിയോ മൂവിക്ക് കിട്ടിയിട്ടുള്ള ഹൈപ്പ് വേറെ ഏതെങ്കിലും മൂവിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. എനിക്ക് തോന്നുന്നില്ല. തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇപ്പൊ തമിഴ് മൂവീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറേയധികം ആക്ടേഴ്സിന്റെ പടമൊക്കെ ഇറങ്ങുന്നുണ്ട്. എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ലിയോ പടം ഇറങ്ങിയ സമയത്ത് ഒരു ഭയങ്കര ഓളായിരുന്നു. അതായത് എന്തോ ഒരു ചെറിയൊരു പോസ്റ്റർ ഇറങ്ങുമ്പോഴും എന്തിറങ്ങുമ്പോഴും ഭയങ്കര ഒരു ആർമാദിക്കില്ലായിരുന്നു അല്ലേ. അപ്പൊ ആ ഒരു സംഭവമാണ്. അപ്പൊ ആ സമയം തൊട്ടിട്ട് ഏകദേശം ആ സമയം തൊട്ട് ഇതുപോലെ കൂലിയും ഫിക്സ് ആയിരുന്നില്ലേ നമ്മുടെ അടുത്തൊരു ഇപ്പൊ അടുത്തല്ല കുറെ മുന്നേ ഇല്ല എനിക്ക് ലിയോന്റെ ഒരു ടൈമിൽ തന്നെയാണ് കഴിയുമ്പോഴേക്ക് ഏകദേശം ഇത് സംഭവം ആയിരുന്നു. അപ്പൊ എന്തായാലും ആ നാളെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു ഷൂട്ടിംഗ് സംഭവങ്ങളൊക്കെ നടന്നു. പിന്നെ കുറെ അധികം എന്താ പറയാ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് അവിടെ തന്നെ കേട്ട് ഇല്ലേ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതാണ് ഫസ്റ്റ്. ഒരു ടീസർ എന്തോ വന്നിട്ടില്ലേ നമ്മൾ ആ ഒരു ഫുള്ള് ഡയമണ്ട് പോലത്തെ ഗോൾഡ് പോലത്തെ സാധനങ്ങളൊക്കെ ഫസ്റ്റ് സാധനം വന്നില്ല മറ്റേ ഇത് ലിയോ ഇറക്കിയ പോലത്തെ ടൈറ്റിൽ ഇറക്കിയെന്നു. ഞാൻ ഓർക്കുന്നുണ്ട് അത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ ദ സോങ് എന്നാ വരുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ഇറക്കിയതാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് 56 സെക്കൻഡ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാത്ത വീഡിയോയിൽ കാണാം.